നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹൃദയഭേദകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കാർ കിണറ്റിലേക്ക് മറിഞ്ഞ് ഒരു കുടുംബത്തിലെ 9 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇതിൽ 6 പേർ കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. നാസിക്കിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ദിൻഡോറിൽ രാത്രി 11:30-ക്കായിരുന്നു അപകടം നടന്നത്. ഇൻഡോറിൽ നിന്നുള്ളവരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ശിവാജി നഗറിലെ ഹാളിൽ നടന്ന ഒരു ചടങ്ങിൽ സംബന്ധിച്ചു മടങ്ങുകയായിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ആ കുടുംബത്തിലെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഒരു ചടങ്ങിൽ പങ്കെടുത്തു. ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി മടങ്ങുമ്പോൾ ആരും ചിന്തിച്ചില്ല ഇത് അവരുടെ അവസാന യാത്രയായിരിക്കുമെന്ന്. സുനിൽ ദത്രായ ദർഗോഡ, അദ്ദേഹത്തിൻ്റെ ഭാര്യ രേഷ്മ, മകൾ രാഖി, സഹോദരി ആശ അനിൽ ദർഗോഡ, സഹോദര പുത്രിമാരായ മാധുരി, ശ്രാവണി, മകൻ ശ്രേയസ്, മകൾ സൃഷ്ടി, സഹോദരപുത്രി സമൃദ്ധി എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. കാറിന്റെ 3/4 ഭാഗത്തോളം കിണറിനുള്ളിൽ അകപ്പെട്ടിരുന്നു. കിണറിൽ നിറയെ വെള്ളവും ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് 9 പേരും കാറിലുണ്ടായിരുന്നവർ മരണമടഞ്ഞത്. നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും വിജയിച്ചില്ല. കാരണം അത് കുടുങ്ങിക്കിടക്കുന്നതിനാൽ നാട്ടുകാർക്ക് പെട്ടെന്നൊന്നും തന്നെ അത് ഉയർത്താൻ പറ്റുന്ന സാഹചര്യമോ കിണറിനുള്ളിലേക്ക് ഇറങ്ങി അവരെ രക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമോ ആയിരുന്നില്ല. രാത്രി കൂടിയായതിനാൽ രക്ഷാപ്രവർത്തനം വൈകുകയും ചെയ്തു. തുടർന്നാണ് പോലീസും അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തത്. കൂറ്റൻ ക്രെയിനും സ്ഥലത്ത് എത്തിച്ചായിരുന്നു ആ കാറിനെ പുറത്തെടുത്തത്. മണിക്കൂറോളം എടുത്താണ് അപ്പോഴും രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് സാധിച്ചിരുന്നത്. കാരണം അത് കുടുങ്ങിക്കിടക്കുന്നതിനാൽ തന്നെ വളരെ വേഗത്തിൽ ക്രെയിൻ കൊണ്ടുവന്നാലും കാറിനെ ഉയർത്താൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു. അപ്പോഴേക്കും കാറിനുള്ളിലിരുന്ന 9 പേരും മരിക്കുകയായിരുന്നു. 9 പേരുടെ മൃതദേഹം കാറിനുള്ളിൽ നിന്നാണ് പുറത്തെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ കാറ് ക്രെയിൻ ഉപയോഗിച്ച് പുറത്തെത്തിക്കുമ്പോൾ 9 പേരും കാറിനുള്ളിൽ മരിച്ചിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. കാറിൽ നിന്ന് ഒരു കുട്ടി തെറിച്ച് വെള്ളത്തിൽ വീണുവെന്നാണ് കരുതുന്നത്. ഈ കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടരുകയാണ്. രാത്രിയിൽ വാഹനം ഓടിച്ചു വരുന്ന വഴിക്ക് വാഹനം ഡ്രൈവ് ചെയ്ത ആൾക്ക് അത് ഒരു കിണറാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാകാം അപകട കാരണമെന്നാണ് പോലീസ് കരുതുന്നത്. കിണറിനുള്ളിൽ വളരെ ഞെരുങ്ങിയ അവസ്ഥയിലായിരുന്നു കാറ്. ഇതാണ് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണം. അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഭവം നടന്നപ്പോൾ സംഭവ സ്ഥലത്ത് തടിച്ചുകൂടിയ വൻ ജനക്കൂട്ടം രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. ഇനി എന്താണ് അപകടത്തിന് പെട്ടെന്നുള്ള കാരണം എന്നുള്ളതും സമീപത്തുള്ള വല്ല CCTV ക്യാമറകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ മനസ്സിലാകൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.